ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ജസ്റ്റ് അശ്വത് തിങ്സ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരുങ്ങുന്നത് എവിടെ പോകാനാണെന്നല്ലേ, ഞാൻ എടത്തോ പള്ളി പെരുന്നാളിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഗൈസ്. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ കുറച്ച് സൺസ്ക്രീനൊക്കെ വാരി പൂശാമെന്ന് വിചാരിച്ചു. ക്യാമറ ഇട്ടിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അലമാരി പോയി നോക്കിയിടുവാണ് ഗൈസ്. അങ്ങനെ ഐലൈനർ എഴുതാൻ തുടങ്ങി. പിന്നെ ഐലൈനർ ക്യാമറ നോക്കി എഴുതുന്ന പരിശ്രമമാണ് നിങ്ങൾ ഇവിടെയൊക്കെ. പിന്നെ ഞാൻ ബാക്കി എഴുതിയിട്ട് ഞാൻ പോയി അലമാരിയൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടു സെറ്റായി ഗൈസ്. ഞാനീ പറയുന്നത് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഇതാണെന്നാണ് ഗൈസ്. ഇനി കാണുന്നതൊക്കെ ഇതൊക്കെ എൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഗൈസ്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളൂ നോക്കുന്നത്. എന്നിപ്പോൾ ലിപ്സ്റ്റിക് എടുത്തിട്ടു. അങ്ങനെ നമുക്കിനി വണ്ടി എടുത്തിട്ട് കാണാം. അപ്പം ഞാൻ വണ്ടിയിലാണ് ഗൈസ് പോകുന്നത്. എൻ്റെ അനിയൻ അബിയായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പോകുന്നത് കണ്ടങ്കരി ചമ്പക്കുളം റൂട്ടാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇത് കണക്ക് ഈ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും പാടമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല സീനറിയാണ് ഗൈസ്. പിന്നെ ഞാൻ കോളേജ് സമയത്ത് കൊറോണ ബാച്ചായിരുന്നു ഞങ്ങൾ. അപ്പം ആ ഒരു ടൈമിൽ പോകുമ്പോഴത്തേക്കും ഈ ഒരു റൂട്ടായിരുന്നു പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യം അറിയാം. കുറേ വർഷമായതുകൊണ്ട് ഇപ്പം ഭയങ്കര പതുക്കെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. കാരണം അങ്ങനെ നമ്മൾ എടത്തോ പള്ളിയുടെ എൻട്രൻസിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു റൂട്ട് നേരെ നമ്മൾ വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കൊരു പാലമുണ്ട്. ഈ കാണുന്നതാണ് ഗൈസ് എൻ്റെ എൻട്രൻസ്. ഗൈസ്, നമ്മൾ ഫൈനലി എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? എവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്? നമ്മൾ എടത്തോ പള്ളി വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് പതിയെ നടക്കാം. സ്നേഹത്തിന്റെ സമാധാനം നൽകുക. ഞാനും അബിയും കൂടിയാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. അത് ഗൈസ്, ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഭയങ്കര തിരക്കാ ഗൈസ്. എനിക്ക് ഭയങ്കര ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അവിടുന്ന് സ്വർഗ്ഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കൃപയും നല്ലപോലെ വിശക്കുന്നതാണ് പറയുന്നത്. ഗൈസ് 10ാം ക്ലാസ്സിലാണെന്ന് പറയുന്നത്. നമ്മൾ പള്ളിക്കരെ പ്രാർത്ഥിച്ച ഗൈസ്. ഇവിടെ ഭയങ്കര ഒച്ചയാണ്. ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നതെന്ന് അറിയാം. അബി സേഫ് ഹായ് പറ.
പള്ളിയൊക്കെ ഒന്ന് ചുറ്റിക്കഴിഞ്ഞാൽ നേരെ ഈ കടകളിലേക്കാണ് ഗൈസ്. അവിടെ ഇരിക്കുന്ന റായ എടുത്ത് വെച്ച് നോക്കാനുള്ള പരിശ്രമമാണ് കാണാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചു. പിന്നെ അവിടെ വള കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി ഗൈസ്. അങ്ങനെ ഞാനൊരു വള എടുത്തിട്ടു. പക്ഷെ അത് ഞാൻ വാങ്ങിച്ചില്ല, വേറൊരു വളയാണ് വാങ്ങിച്ചത്, എടുക്കാനും പറ്റിയില്ല. ടിജോ വരുന്നുണ്ട് ഗൈസ്. ടിജോ ഹായ് പറയും ഗൈസ്. അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് പോയത് ഒരു കമ്മൽ കടയിലേക്കാണ് ഗൈസ്. അവിടെ നിന്ന് അവനെ കൊണ്ടൊരു കമ്മൽ വാങ്ങിപ്പിച്ചു. ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റൂ ഗൈസ്, അല്ല നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ട് മുടിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടു ഗൈസ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ബജ്ജി കടയിലോട്ട് പോയി ഗൈസ്. അവിടെയാണെങ്കിൽ ബേൽപൂരി, പാനിപ്പൂരി എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കഴിച്ചു ഗൈസ്. ഇത് പാനിപ്പൂരിയാണ് ഗൈസ്. അപ്പോൾ അത് ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടെന്ന് ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത? എന്താണ്? അങ്ങനെ ഞങ്ങൾ റൗണ്ട് അടിച്ചിട്ട് വീണ്ടും ആ ബജ്ജി കടയിലൂടെ തന്നെ പോയി ഗൈസ്. ഇതെന്തോ പാവ് ബജിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അടുത്തത് പാവ് ബജി കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് പാവ് ബജി കഴിക്കുന്നത് ഗൈസ്. പക്ഷേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് കഴിച്ചില്ല, അവൻ തന്നെയാണ് കൂടുതൽ കഴിച്ചത്. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോയി ഗൈസ്. അതേ ഞങ്ങൾ വീണ്ടും ആ കടയിലോട്ട് വന്നു. എന്നിട്ട് ഇതെന്താ ബേൽപൂരിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഈ ചേട്ടൻ ഇപ്പോൾ ചിരിച്ചതിൻ്റെ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ചേട്ടൻ വ്ളോഗറാണ്. ചേട്ടൻ ആ പുള്ളി ഗൈസ് എൻ്റെ വായപ്പോൾ പൊള്ളു. പക്ഷേ എനിക്ക് കഴിച്ചതിൽ ഇതാണ് ഗൈസ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഗൈസ് ഈ വരുന്നതാണ് അടുത്ത ഡിജോ. ഞങ്ങളുടെ ക്ലാസ്സിൽ 2 ഡിജോ ഉണ്ടായിരുന്നു ഗൈസ്. ടിജോ തോമസ് ആൻഡ് ടിജോ മോൻ. ഇത് ടിജോ മോനാണ് ഗൈസ്. അവൻ ഭയങ്കര നാണം. ഞാൻ വ്ളോഗ് എടുക്കാൻ കണ്ടിട്ട് ഞാനൊന്ന് ഹായ് പറയാൻ വന്നിട്ട് അവന് വയ്യ ഗൈസ്. അവൻ ചിരിക്കുകയാണ് ഗൈസ്, എന്നെ കളിയാക്കാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ കൂടെ ഉള്ളത് ഗൈസ് രണ്ടാമത്തെ ഡിജോ ആണിത് ഗൈസ്. അവരടുത്ത് തന്നെയാണുള്ളത്. അവരങ്ങ് പോയി. എൻ്റെ സ്റ്റോറേജ് സ്പേസ് ഫുള്ളായതുകൊണ്ട് അവർ പോകുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ കണ്ടത് അപ്പോൾ ആ ഒരു വാട്ടർ സംഭവം കണ്ടിട്ട് ഞങ്ങൾ അടങ്ങി നിന്നത് ഗൈസ്. പിന്നെ ലൈറ്റൊക്കെ ആയി, ഏകദേശം 6:45 ആ സമയത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു നടന്നു. കാരണം ഭയങ്കര റഷായിരുന്നു ഗൈസ്. അതുകൊണ്ട് വണ്ടി ഓടിച്ച് പോകണ്ടല്ലേ, സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല. സോ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി.
അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു ഗൈസ്. അടിപൊളിയായിരുന്നു ഗൈസ് പെരുന്നാൾ. പള്ളിക്കകത്ത് കയറില്ല ഗൈസ്, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർ നടത്തുന്നൊരു പെരുന്നാളാണ്. സോ 7th വരെ തമിഴ്നാട്ടുകാരുടെ പെരുന്നാളാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഇടവക്കാർ പെരുന്നാൾ നടത്തുന്നത്. സോ ഭയങ്കര റഷായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം നിന്നില്ല. ഇപ്പം സമയം 7:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വന്നോളൂ ഗൈസ്. ഇതെല്ലാം റോഡിലൊക്കെയാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല അങ്ങനെ ഗൈസ്. ഞങ്ങൾ ഒരുപാട് സമയം നിന്നില്ല. ഞങ്ങളിങ്ങ് പോകുന്നു. അപ്പോൾ ഞാൻ അബിനെ കൊണ്ട് വീട്ടിലാക്കി. എൻ്റെ വീട്ടിൽ വന്നു ഗൈസ്.